സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് കേരളം ആകെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് NSSനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ. NSSനുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല, മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു. NSS താലൂക്ക് യൂണിയനിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ മന്ത്രി കൂടിയായ KV ഗണേഷ് കുമാർ NSSൻ്റെ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് വലിയ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. സുകുമാരൻ നായർ NSSൽ നടത്തിയിരിക്കുന്ന നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് അതെല്ലാം അനധികൃത നിയമനങ്ങൾ തന്നെയാണ്, ബന്ധു നിയമനങ്ങളാണ് എന്നാണ് KV ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല NSSൻ്റെ ജനറൽ സെക്രട്ടറി കസേരയിൽ ഒരു മാടമ്പി കയറിയിരുന്ന് ഭരിച്ചാൽ എന്തായിരിക്കും ഉണ്ടാകുന്ന അവസ്ഥ, അതാണ് ഇപ്പോഴത്തുള്ള അവസ്ഥ. മാടമ്പിത്തരമാണ് NSSൽ നടമാടുന്നത്. ഇതിനെതിരെ ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് താൻ NSSൻ്റെ താലൂക്ക് യൂണിയനിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് എന്നാണ് KV ഗണേഷ് കുമാർ പറഞ്ഞത്. ഇതിനെതിരെ G സുകുമാരൻ നായർ പറഞ്ഞതാകട്ടെ, KV ഗണേഷ് കുമാറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അച്ഛനെ തല്ലിയായ അല്ലെങ്കിൽ അച്ഛനെ തള്ളി പറഞ്ഞൊരു മകൻ പുറമെയുള്ള ഒരാളെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക എന്നുള്ളത് കൂടുതൽ ഞാൻ പറയുന്നില്ല എന്നാണ് നാരായണ പണിക്കരുടെ പിൻഗാമിയായ G സുകുമാരൻ നായർ പറഞ്ഞത്. എന്തായാലും ഇവിടെ ഒരു എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്തെന്നാൽ NSSൽ G സുകുമാരൻ നായർ ഭരണത്തിലിരിക്കാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടിലേറെ കാലമായി. ഇതിനോടകം തന്നെ അത് ഒരു ജീർണാവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് KV ഗണേഷ് കുമാർ അടക്കമുള്ള മറ്റു പല ആളുകളും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഉപരാഷ്ട്രപതിക്കടക്കം NSSൻ്റെ പരമാചാര്യനായ മന്നത്താചാര്യൻ്റെ സ്മൃതി മണ്ഡപത്തിൽ വരുവാനോ പുഷ്പാർച്ചന ചെയ്യുവാനോ സ്മരണാഞ്ജലി ചെയ്യുവാനോ ഉള്ള അവസരം നിഷേധിക്കുകയായിരുന്നു. അതിന് പറഞ്ഞത് VVIPകൾ സന്ദർശനത്തെത്തുമ്പോൾ അവരുടെ സുരക്ഷയുടെ ഭാഗമായി നായകൾ കയറി പരിശോധിക്കും. അപ്പോൾ ക്ഷേത്രം പോലെ പരിപാവനമായി സംരക്ഷിക്കുന്ന മന്നത്താചാര്യൻ്റെ സ്മൃതി മണ്ഡപത്തിൽ ഒരു കാരണവശാലും പട്ടി കയറി നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് G സുകുമാരൻ നായർ പറഞ്ഞത്. ഇത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്. കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിയിൽ അവിടെ വർക്കലയിൽ ശിവഗിരി മഠത്തിലും എല്ലാം പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും എല്ലാം എത്തി പുഷ്പാർച്ചന ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ഒരിക്കലും നായ കയറി പരിശോധിക്കുന്ന ഒരു കാര്യങ്ങളൊന്നും ജനം കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ NSSനകത്ത് കാര്യമായി എന്തൊക്കെയോ പുകയുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ വിലയിരുത്തുന്നത്? ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഉപരാഷ്ട്രപതിയും അതുപോലുള്ള VIPകളും വരുമ്പോൾ NSSൻ്റെ സ്മൃതി മണ്ഡപത്തിൽ മന്നത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പോകാനോ പുഷ്പാർച്ചന അർപ്പിക്കാനോ ഇവരെ അനുവദിക്കാറില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കേട്ട അറിവാണ്. അതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്നറിയില്ല. ആ അറിവ് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ആർക്കും നഷ്ടമുണ്ടാകാനും പോകുന്നില്ല. അതുകൊണ്ടത് ആ പറഞ്ഞു കേട്ട ഒരറിവ് ഞാൻ പറയുകയാണ്. NSSൻ്റെ ആദ്യകാല കോളേജുകളിൽ ഒന്ന് സ്ഥാപിച്ചത് തിരുവനന്തപുരത്തെ MG കോളേജാണ്, മഹാത്മാഗാന്ധി കോളേജാണ്. MG കോളേജിന് വേണ്ടി കണ്ടെത്തിയ സ്ഥലം വഴിയും വെള്ളവും ഇല്ലാതെ ഭയങ്കരമായൊരു കുറ്റിക്കാട്ട് മലമ്പ്രദേശം പൊടുത്തൊരു സ്ഥലത്താണ് ആദ്യം ഈ സ്ഥലം കണ്ടെത്തുന്നത്. ഉടനെ മന്നത്തിനോട് ചോദിച്ചു, ഇവിടെ പോയി കോളേജ് തുടങ്ങിയാൽ എങ്ങനെയാണ്, പിള്ളേരൊക്കെ വന്നു ചേരണ്ടേ, സാറന്മാർക്ക് വരണ്ടേ, അതിനൊക്കെ മാർഗമുണ്ട്, വഴിയുണ്ട് എന്ന് പറഞ്ഞു. മന്നം പറഞ്ഞു. മന്നത്തിൻ്റെ അടുത്ത് ചെന്ന് പരാതിപ്പെട്ടവരോട്. അത് ചെയ്തത് ആ NSS കോളേജിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ബ്ലോക്ക് പണിതിട്ട് ഉദ്ഘാടനത്തിന് വിളിച്ചത് അന്ന് രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദിനെയാണ്. രാജേന്ദ്ര പ്രസാദിൻ്റെ സന്ദർശനത്തിന് വഴി ഉണ്ടാക്കുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയായി, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയായി. ആ പരിപാടി നടക്കുന്നതിനോടം വരെ തിരുവനന്തപുരത്ത് നിന്ന് എയർപോർട്ടിൽ നിന്ന് നല്ല ഒന്നാന്തരം വഴി, വലിയ കുഴപ്പമില്ലാത്തൊരു വഴി ഉണ്ടാക്കി കിട്ടുകയും NSS കോളേജിന് അതുകൊണ്ട് തന്നെ വഴിയുണ്ട്. അതാണ് മന്നത്തിൻ്റെ പ്രായോഗിക ബുദ്ധി. ഇവിടെ വരുന്നതിൻ്റെ ഭാഗമായി വഴി തന്നെ ഉണ്ടായി. ഇവിടെ സുകുമാരനാരി എന്ന് നിങ്ങളാരും ഇങ്ങോട്ട് വരണ്ട, നിങ്ങളാരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന സമീപനം ആരെടുക്കുന്നു? സുകുമാരൻ നായർ. മന്നം എന്താണോ അന്ന് ചെയ്തത്, ചെയ്യാൻ ആഗ്രഹിച്ച് അതിന് വിരുദ്ധമായ ലൈനാണ് ആരെടുത്തത്? സുകുമാരൻ നായർ എടുത്തത്. ഇത് തന്നെയാണ് KV ഗണേഷ് കുമാർ പറയുന്നത്. അല്ല, KV ഗണേഷ് കുമാർ പറയുന്നതിന് കാരണങ്ങളുണ്ട്. നമുക്ക് എൻ്റെ സാർത്ഥതയില്ല. KV ഗണേഷ് കുമാറും ഇത് NSSനെ നശിപ്പിക്കുന്നതിന് മോശമല്ലാത്ത പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്, അത് പറയാം. പക്ഷെ ഇവിടെ NSSൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിനെ പറയണം. മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസിനെ
ഒന്നുമല്ലാതാക്കാൻ 1965 മന്നത്തിനും പി ടി ചാക്കോയ്ക്കും ഒക്കെ കൂടെ സാധിച്ചു. ആർ ശങ്കറിനുള്ള വിരോധം മാത്രമായിരുന്നു അത് പ്രധാനപ്പെട്ട കാരണം. ശങ്കർ ചാക്കോ ഗുസ്തി എന്നാണ് പറയുന്നത്. 65 പിളർപ്പിന് ശേഷം മന്നത്തിൻ്റെ അനുഗ്രഹത്തോടെയാണ് കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത്. ആ കേരള കോൺഗ്രസ് 5 സീറ്റ് ജയിക്കും, കോൺഗ്രസിന് കേവലം 9 സീറ്റും കിട്ടി. അങ്ങനെ മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസിനുണ്ടായിരുന്ന മേധാവിത്വം ആ തെരഞ്ഞെടുപ്പോടുകൂടി ഇല്ലാതാവുകയാണ്. അപ്രതീക്ഷിതമായി പല സ്ഥലങ്ങളിൽ എന്തിന് പുതുപ്പള്ളി വരെ ജയിച്ചു എന്നാണ്. 65-67 തിരഞ്ഞെടുപ്പായപ്പോഴത്തേക്കും ഇടതുപക്ഷ മുന്നണി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത് കാണാനോ അറിയാനോ പറ്റാത്തയാളല്ല സുകുമാരൻ നായർ. NSSൻ്റെ ശക്തി എങ്ങനെ എപ്പോൾ ഉപയോഗിക്കണം, എല്ലാ സാമൂഹിക സംഘടനകളും സമ്മർദ്ദ ശക്തിയാകും, പക്ഷെ അത് എപ്പോൾ ഉപയോഗിക്കണം എന്ന് കൃത്യമായിട്ടറിയാം. പക്ഷേ സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കൊക്കെ പറ്റിയിരിക്കുന്ന കുഴപ്പം എന്തെന്ന് പറഞ്ഞാൽ ഇവർ കേവലം ഇവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ബലപേശലിന് മാത്രമായി സംഘടനാ ശക്തി ഉപയോഗിക്കുന്നു. സ്വന്തം ബലപേശലിന് വേണ്ടി ബെനിഫിറ്റിന് മാത്രമായി സംഘടനാ ശക്തി ഉപയോഗിക്കുമ്പോൾ ക്രമത്തിൽ എന്താ പറയുന്നത്, ആ സംഘടനയുടെ ശക്തി, ബലപേശൽ ശക്തിയും കുറയും, നേതാവിൻ്റെ ശക്തിയും കുറയും. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘടനയെ വിനിയോഗിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് സംഘടനയുടെ ശക്തി കുറയുകയാണ്. അത് മനസ്സിലാക്കാൻ സുകുമാരൻ നായർക്ക് പറ്റുന്നില്ല. ഉദാഹരണം എടുക്കാം. വെള്ളാപ്പള്ളി എങ്ങനെ തന്നെ പറയുന്നു, സുകുമാരൻ നായരുടെ മാത്രം ഇപ്പോഴത്തെ വിഷയം അതാണല്ലോ. സുകുമാരൻ നായരെ ഒരാൾ തെറി പറയുക, തൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഇഷ്ടം പോലെ ജോലി കിട്ടിയിരിക്കുന്നു, തൻ്റെ മക്കൾക്കെല്ലാം ഇന്നിടത്തൊക്കെ തൻ്റെ ശ്രീ ബാങ്ക് ജോലി, നെടുങ്ങാടി ബാങ്ക് ജോലി, NSSൻ്റെ പല സ്ഥാപനങ്ങളിൽ ജോലി, ഇത് കിട്ടിയതെല്ലാം താങ്കൾ ഈ NSSൻ്റെ ജനറൽ സെക്രട്ടറി ഇരുന്നുകൊണ്ട് സാധിച്ച കാര്യമാണ്. ഇരുന്നുകൊണ്ട് ഇത് സാധിച്ചുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പം ഇത് പറയുമ്പം അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്ന് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് NSSനെ ആക്രമിക്കുന്നു എന്നാണ് പറയുന്നത്. വിമർശിച്ചിരിക്കുന്ന സുകുമാരൻ നായരെ. പക്ഷേ സുകുമാരൻ നായരെ വിമർശിക്കുന്ന NSSനോടുള്ള വിമർശനമായിട്ട് വ്യാഖ്യാനിക്കാൻ ഇതുവരെ അദ്ദേഹം വിജയിച്ചു. ഇനി അത് വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. വെള്ളാപ്പള്ളിയുടെ സ്ഥിതി ഏറെക്കുറെ സമാനമായിട്ട് മറ്റു കാരണങ്ങളാൽ അവിടെ ഇതുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്, എന്തുകൊണ്ട് NSS പോലുള്ള സംഘടനകളിൽ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയാതെ പോയാൽ ശരിയാവില്ല. ഈ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനം വളരെ പവർഫുള്ളാകുന്നതിൻ്റെ കാര്യം, ജനറൽ സെക്രട്ടറിമാരെ നിയമിക്കേണ്ടത് പ്രതിനിധി സഭയാണ്. ജനറൽ സെക്രട്ടറിമാരുടെ താല്പര്യത്തിന് പറ്റാത്ത ഒരാൾ ഈ പ്രതിനിധി സഭയിലേക്ക് വരാൻ യാതൊരു ചാൻസും ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ ജനറൽ സെക്രട്ടറി തീരുമാനിക്കും പ്രതിനിധി സഭയിൽ ആരൊക്കെ വരണം, ആ രീതിയിലാണ് NSSൻ്റെ ഭരണഘടന മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അല്ലെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം അതായത് ഞാൻ തിരഞ്ഞെടുത്ത ആളുകൾ, ഞാൻ തീരുമാനിച്ച ആളുകൾ എന്നെ തിരഞ്ഞെടുക്കുന്നു. അതിന് എടുത്ത സൂത്രപ്പണി നമ്മുടെ രാജ്യസഭാ ഇലക്ഷൻ പോലെ പ്രാതിനിധ്യ 5 വർഷം കഴിയുമ്പോൾ അല്ല 6 വർഷം കഴിയുമ്പോൾ പ്രതിനിധി സഭയിലെ 1/3 പേര് പിരിഞ്ഞു പോകണം. പിന്നെ വരുന്ന 1/3, ഇപ്പം ഭൂരിപക്ഷമുള്ള സഭയാണ് സുകുമാരൻ നായർക്ക് ഭൂരിപക്ഷമുള്ള സഭ, 1/3 പേര് പിരിഞ്ഞു പോയി കഴിയുമ്പോൾ അടുത്ത 1/3 വരുന്നവർ ഈ ഭൂരിപക്ഷത്തിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. ഇവിടെ 60 പേരുണ്ട്, ബാക്കി 40 പേര് വരുന്നത് ഈ 60 പേരുടെ ഇടയിലേക്കാണ് വരുന്നത്. പുതുതായിട്ട് വരുന്നവർക്ക് യാതൊരു ഓഫീസും കാണിയില്ല. ഒരു വർഷം കൊണ്ട് സുകുമാരൻ നായരെ മണിയടിച്ച് നിൽക്കുക എന്നുള്ളതല്ലാതെ അവരുടെ മുമ്പിൽ വേറൊരു വഴിയില്ലാതെ വരും. സ്ഥാനമാനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സുകുമാരൻ നായരെ അല്ല, എന്തിനാ ഒരു കോളേജിൽ അഡ്മിഷൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ കോളേജിൽ ഒരു ജോലി വേണമെങ്കിൽ, ഇതെല്ലാം ഇവർ ജനറൽ സെക്രട്ടറി വിചാരിക്കട്ടെ. അപ്പോൾ ഇവരെല്ലാം ക്രമത്തിൽ ജനറൽ സെക്രട്ടറിയുടെ വിധേയന്മാരായിട്ട് മാറുന്ന ഒരു പ്രതിനിധി സഭ. അത് കാലാകാലം കൊണ്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ പിരിഞ്ഞു പോയി നിയമിക്കുകയും ചെയ്തതോടുകൂടി കംപ്ലീറ്റ് സെക്രട്ടറിയുടെ പുറകെ നിൽക്കുന്നതായി. ജനറൽ സെക്രട്ടറി ആരെ ആഗ്രഹം ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത്. അതിന് മാത്രമല്ല, ബാക്കി എല്ലാവരും ആജ്ഞാനവർത്തികളായി മാറി. ഈ ഭരണഘടന പ്രതിനിധി സഭയിൽ കിട്ടുന്ന ആശ്വാസം മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, ഇവരുടെ പുറകിലാണ് നായർ സമുദായം എന്നുള്ള ഇംപ്രഷൻ വരുത്താൻ കുറേ നേതാക്കന്മാരും തയ്യാറായിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയൊക്കെ പോയി വിധേയനെ പോലെ കാണുക, ആഭ്യന്തര വകുപ്പ് അങ്ങേരുടെ കെയർ ഓഫിൽ മേടിക്കുക, അങ്ങനെ പലരും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കെയർ ഓഫിലാണ് നായർ സമുദായത്തിൻ്റെ വോട്ട്, അവരെ സമുദായാംഗങ്ങളെ രാഷ്ട്രീയമായി സ്വാധീനിക്കാൻ പറ്റുമെന്നുള്ള ഞാനൊരു വാക്ക് ഉപയോഗിക്കുന്നു. മിഥ്യാധാരണയിൽ പല രാഷ്ട്രീയ നേതാക്കളും ഇവരുടെ അടുത്ത് വിധേയനെ പോലെ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന കാഴ്ച. അത് ബിഷപ്പ്മാർ ഉപയോഗിക്കുന്നുണ്ട്, വെള്ളാപ്പള്ളി ഉപയോഗിക്കുന്നുണ്ട്, സുകുമാരൻ നായർ ഉപയോഗിക്കുന്നുണ്ട്, NSS ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ രാഷ്ട്രീയ നേതൃത്വത്തെ വരുതിക്ക് കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുകയാണ്. പക്ഷേ ഈ കൃത്യമായ രാഷ്ട്രീയത്തിൽ ഈ മതവും ജാതിയൊക്കെ ഇടപെടുന്നതിൻ്റെ ഒരു പരിണിത ഫലം കൂടിയാണ് നമ്മളെ കാണുന്നത്. പക്ഷേ ഈ ഇത്തവണത്തെ അസംബ്ലി ഇലക്ഷനിൽ 2026 അസംബ്ലി ഇലക്ഷനിൽ ആ നേതാക്കന്മാരെ, സമുദായ നേതാക്കന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ UDFന് മുന്നോട്ട് പോകാനും നല്ല വിജയം, പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള വിജയം നേടാനും സാധിച്ചു. ആ പാരമ്പര്യം കളഞ്ഞു കുളിച്ചാൽ വീണ്ടും ഇവർക്ക് അപ്രമാദിത്വം കൊടുക്കാനാണ്
രാഷ്ട്രീയ നേതൃത്വം ശ്രമിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ തന്നെ പോകും. അല്ല, വി ഡി സതീശൻ മന്ത്രിസഭ അധികാരത്തിൽ വന്നതോടുകൂടി വെള്ളാപ്പള്ളി നടേശനും ഈ സുകുമാരൻ നായർക്കൊക്കെ അത് വലിയ അടി തന്നെയായിരുന്നു. കാരണം പൊത്തി കിട്ടിയ അടി തന്നെയാണ്. കാരണം അന്ന് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിന് മുൻപേ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ സാമുദായിക ആചാര്യന്മാരുടെ നിന്ന് തിണ്ണനിറങ്ങാൻ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഇവരെയൊക്കെ കാണുകയും ചെയ്യും. തിണ്ണനിറങ്ങുക എന്ന് ഉദ്ദേശിച്ചത് എന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി, എൻ്റെയോ സംഘടനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വഴിവിട്ട് ഇവരെ ആരെയും കാത്തു കെട്ടിക്കിടന്ന് ഇവരുടെ അരമനയിലോ പള്ളിയിലോ അല്ലെങ്കിൽ ഇവരുടെ കാര്യാലയങ്ങളിലോ ഞാൻ കയറി ഇറങ്ങില്ല. അതുകൊണ്ട് തിണ്ണനിറങ്ങുക എന്ന് ഉദ്ദേശിച്ച അദ്ദേഹം അത് തന്നെയാണ്. ഇതിനൊരു പണി വി ഡി സതീശന് കൊടുത്തേക്കാം എന്ന് കണക്കാക്കി ഈ രണ്ട് നേതാക്കന്മാരും, അതായത് ജി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും എല്ലാം മാറി മാറി സതീശനെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ടത്. വി ഡി സതീശൻ്റെ മണ്ഡലമായ വടക്കം പറവൂരിൽ NSSനും SNDPക്കും നിർണായകമായ വോട്ടുള്ള സ്ഥലം തന്നെയാണ്. വി ഡി സതീശൻ 20,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ സാമുദായിക ആചാര്യന്മാരുടെ ചക്കളത്തി പോരാട്ടമോ പൊറോട്ട് നാടകമോ ഒന്നും കണ്ട് ആളുകൾ വോട്ട് ചെയ്യില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഈ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത്. സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ സമീപനം ആയിരിക്കണം ഈ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, UDFൻ്റെ ഭാഗത്ത് നിന്ന് ഈ മതമേലധ്യക്ഷന്മാരോടും അല്ലെങ്കിൽ ജാതി മത നേതാക്കന്മാരോടുമെല്ലാം കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരംകാരുടെ ഒരു വിളയാട്ടം രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ വലിയ സാധ്യത കുറവായിരിക്കും. എന്തായാലും ഇവിടെ KB ഗണേഷ് കുമാർ പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിഷയങ്ങളിൽ കാര്യമായ ചർച്ച ആവശ്യം തന്നെയാണ്. സുകുമാരൻ നായർ അതിന് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ കുറ്റം പറഞ്ഞ ആൾ അല്ലെങ്കിൽ തന്തയെ തല്ലി എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയുന്ന ഒരാളായിട്ട് ഗണേഷ് കുമാറിനെ വിശേഷിപ്പിക്കുകയും അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കണക്കിലെടുക്കണ്ട എന്ന് തള്ളിക്കളയാൻ പറ്റിയ വസ്തുതകളല്ല പറയുന്നത്. തീർച്ചയായും അന്വേഷണം വേണ്ട കാര്യമാണ്. നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനമൊക്കെ കൈപ്പറ്റിയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് സുകുമാരൻ നായർക്കെതിരെ നടപടി കൈക്കൊള്ളുക എന്നുള്ളത് വേറൊരു വിഷയം തന്നെയാണ്. എന്തായാലും ഈ NSSൻ്റെ അകത്ത് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത അപ്രമാദിത്ത ശക്തിയാണ് താൻ, കിരീടം വയ്ക്കാത്ത രാജാവാണ്, അഥവാ NSSൻ്റെ പോപ്പാണ് ഞാൻ എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയ സുകുമാരൻ നായരുടെ കസേര ഇളക്കം തട്ടിയിരിക്കുന്നു എന്ന് വേണ്ടേ ഇത് മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും ആ കസേരയ്ക്ക് ഇളക്കം തട്ടിയിട്ടുണ്ട്. കാരണം NSS നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പിന്നെ മറ്റുള്ളവർ കഴിയുന്ന പോലെ ഈ NSSൻ്റെ അണികൾ അല്ലെ NSSലെ മെമ്പർമാർ സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവുള്ള ധാരാളം NSS കരയോഗങ്ങളുണ്ട്, ധാരാളം കരയോഗങ്ങളുണ്ട്. ഇപ്പോൾ ഗണേശൻ്റെ കാര്യം പറഞ്ഞാൽ സുകുമാരൻ നായർ സാർ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഗണേശനോട് ജയിക്കുകയില്ലായിരുന്നു. അതെ തീർച്ചയായും ഈ 2026 സാഹചര്യം തീർച്ചയായിട്ടും ഗണേശന് പ്രതികൂലം തന്നെയായിരുന്നു. അല്ല, പിണറായി വിജയനായിട്ട് ഏറ്റവും അടുത്ത ബന്ധം കാണിച്ചുകളല്ലേ. അപ്പോൾ അടുത്ത വർഷം ഗണേഷ് കുമാറിനോട് വോട്ട് കൂടുകയല്ലേ വേണ്ടേ സുകുമാരൻ നായർ സാറിൻ്റെ പെരുമാറ്റം കൊണ്ട്. പക്ഷെ നേരെ മറിച്ചാണ് സംഭവിച്ചത്. അല്ല, ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ കുറി വലിയൊരു ശാപം ഉണ്ടായിരുന്നു. കാരണം ഈ വെള്ളാപ്പള്ളി നടേശൻ എവിടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇടതുപക്ഷത്തിന് ചുരുങ്ങിയത് 100 വോട്ടെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ്. ആ കൂട്ടത്തിൽ ഇങ്ങനെ കൂടെ കൂട്ടി. അപ്പോൾ കൂടെ ഈ നമ്മുടെ സുകുമാരൻ നായർ സാറിനെ കൂടിയും ചേർത്ത് വയ്ക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കാരണവശാലും ഇത്രത്തോളം ദയനീയമായൊരു പരാജയം പിണറായി വിജയൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. 99 സീറ്റിൽ നിന്ന് 35 സീറ്റിലേക്ക് മാറുക, അതിൽ തന്നെ CPMന് 28 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഗതികേട് ഒരു കാരണവശാലും അവർക്കത് സഹിക്കാൻ പറ്റിയതല്ല. അതിന് പുറകിൽ തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ്റെയും ഈ സുകുമാരൻ നായരുടെയൊക്കെ വലിയൊരു പങ്കുണ്ട് എന്ന് വേണം ഈ ഇലക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും NSSൻ്റെ അകത്ത് ആഭ്യന്തര കലാപത്തിന് ഒരു വെടിപൊട്ടിയിരിക്കുന്നു. അതിനി എങ്ങനെയായിരിക്കും? വെറും പുകോടൽ മാത്രമായിരിക്കും? അതിന് തീ കത്തിയ ആളുമോ? NSSൻ്റെ ജനറൽ സെക്രട്ടറി കസേരയിൽ നിന്ന് സുകുമാരൻ നായർ നിഷ്കാസിതനാണോ, ആരെങ്കിലും വെള്ളം ഒഴിച്ച് കെടുത്തുവോ എന്നുള്ളതെല്ലാം നമുക്ക് വഴിയെ കണ്ടറിയാൻ. കാരണം ഈ സ്വാധീനത്തിൻ്റെ പേരിൽ പല ആളുകളൊക്കെ പല അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും അത്ര കണ്ടത് ആളിക്കത്താനൊക്കെ ചിലപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊരു അനുമതി കൊടുത്തുന്നിരിക്കില്ല. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം.